നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജാഫർ അലി, പാലക്കാട് ഫോട്ടോ ലയൺസ് ക്ലബിന്റെ 26-27 വർഷത്തെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രോജക്റ്റാണ് ഈ ഫ്രീ ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് എന്നത്. 1998 ആരംഭിച്ച ഈ ക്ലബ്ബ് അന്നു മുതൽ തന്നെ എല്ലാ വർഷവും ചില വർഷങ്ങളിൽ ഓരോ തവണയും, ചില വർഷങ്ങളിൽ 2 തവണയുമായി ഇതുവരെ 45ഓളം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ 2026 ആകുമ്പോൾ 29ാമത്തെ ക്യാമ്പിൽ ഞങ്ങൾ ശനി 1-ാം തീയതിയാണ് ഇത് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 218 പേർക്ക് ലിംബ് കൊടുക്കുകയും ഏകദേശം ഒരു 20 ലക്ഷത്തോളം രൂപ നമുക്ക് കഴിഞ്ഞ തവണ അതിന്റെ ചെലവും വന്നിട്ടുണ്ട്. ഈ ഞങ്ങളുടെ മെമ്പർമാരും മാൻഡേറ്ററി ആയിട്ട് ഓരോ മെമ്പർമാരും 10,000 രൂപ വീതം ഞങ്ങൾ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അതുപോലെ ഞങ്ങളെ അഭ്യുദയകാംക്ഷികളെടുത്തും അതുപോലെ കുറച്ചൊക്കെ കമ്പനി CSR ഫണ്ടും സ്വരൂപിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത്. ഞങ്ങളുടെ മെമ്പർമാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഇത് ഇത്രയും കൊല്ലം യാതൊരു തടസ്സമില്ലാതെ എല്ലാ വർഷവും മുടങ്ങാതെ ഇത് നടന്നു പോകുന്നത്. കാരണം ഈ ഓരോ വർഷവും ഞങ്ങൾ ഇത് വരുന്ന ആളുകളുടെ എണ്ണം കുറയണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, നമ്മുടെ തിരക്ക് കുറച്ച് ജീവിതത്തിലിടയ്ക്ക് ആക്സിഡന്റുകൾ ധാരാളം സമൂഹത്തിൽ നടക്കുകയും അതുപോലെ ഡയബറ്റിക് ആയിട്ട് കാൽ മുറിഞ്ഞു വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. നമ്മൾ പോളിയോ ഇല്ല എന്ന് പറഞ്ഞാലും പോളിയോ ഉള്ള കുട്ടികൾ ഇപ്പോഴും അത്യാവശ്യം കുട്ടികൾ, അവർക്ക് തന്നെ ഓരോ വർഷവും ഓരോ വളർച്ച എടുക്കുന്ന ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കണം. കാരണം അവരുടെ വളർച്ച അനുസരിച്ച് അവരുടെ ലിംബ് മാറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ വന്ന് 8 വയസ്സിൽ വന്ന ഒരു പെൺകുട്ടി, പൊള്ളാച്ചിയിൽ നിന്ന് വന്നുള്ള ഒരു പെൺകുട്ടി, ആ ഒരു ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് പെൺകുട്ടി കാൽ വെച്ച് പോയി. ആ ഓരോ വർഷം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വന്നിരുന്നു. ആ കുട്ടി ഇന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ MS PGക്ക് പഠിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന് പല ഭാഗത്തും നമുക്കിവിടെ പേഷ്യന്റ് വരുന്നുണ്ട്. പരമാവധി കുറയണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിലും അവിടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. ഈ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം, കന്യാകുമാരി വരെയുള്ള ജില്ലകളിൽ നിന്ന് ആളുകളോട് വരുന്നുണ്ട്. ഇതുവരെയായി ഞങ്ങൾ ഏകദേശം 10,000ഓളം ലിംബുകൾ ഇതുവരെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു അഭിമാന പ്രോജക്റ്റാണ്. മാത്രമല്ല ലയൺസ് ഇന്റർനാഷണലിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രീമിയം പ്രോജക്റ്റായിട്ടാണ് അവർ ഞങ്ങളെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായ ഇതാണ്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ലയൺസ് ക്ലബിന്റെ, പാലക്കാട് ഫോട്ടോ ലയൺസ് ക്ലബിന്റെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും. സൗജന്യ കൃത്രിമ കാൽ വിതരണ ക്യാമ്പ് തുടരുന്നു. ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് ഫോർട്ട് ടൗണും പാലക്കാട് ഫോർട്ട് ടൗൺ ലയൺസ് ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ കൃത്രിമ കാൽ വിതരണ ക്യാമ്പ് തുടരുന്നു. ഇതിനോടകം 6 പേർക്ക് കാൽ നൽകി 300 പേർ രജിസ്റ്റർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റി ഭാരവാഹികൾ ക്യാമ്പ് സന്ദർശിച്ചു. കാലിക്കറ്റ് ബൈപ്പാസ് റോഡിൽ മണലി ഇന്ത്യൻ ഓയിൽ കമ്പനിക്ക് പുറകിലെ ലയൺസ് ക്ലബ്ബ് ആസ്ഥാന മന്ദിരത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 28 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്ന ഈ ക്യാമ്പിലൂടെ, ഈ ജീവകാരുണ്യ പദ്ധതിയിലൂടെ 10,000-ത്തിലധികം പേർക്ക് സൗജന്യമായി കൃത്രിമ കാൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447146362 9747212132. ഈ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രിയമുള്ളവരെ, ലയൺസ് പ്രസ്ഥാനം നമുക്കറിയാം. ലയൺസ് പ്രസ്ഥാനം ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു സംഘടനയാണ്. സംഘടനയിൽ അനവധി സേവന പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ലയൺസിന്റെ ഓരോ വിങ്ങുകളും ഓരോ ക്ലബ്ബുകളും ഓരോ പോർട്ട്ഫോളിയോ എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നടത്തുന്നത്. പക്ഷെ ഏറ്റവും നമുക്കിവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലിംബ് ക്യാമ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് ജീവിതം കൊടുക്കുന്ന തുല്യമാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു മരുന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഡയപ്പർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലുപരി ആ വ്യക്തി ആ സമൂഹത്തിൽ നിന്നും ഒരു കാലില്ലാതെ നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയാ, മൊത്തത്തിൽ അവർ ജീവിതത്തിന്റെ താളം തരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് ഒരു ജീവിതം കൊടുക്കുന്ന അത്രയും വലിയൊരു പുണ്യകർമ്മമാണ്
ലയൺസ് പ്രസ്ഥാനത്തിന്റെ കെയർ ഓഫിൽ ഇവിടെ പാലക്കാട് ഫോർട്ട് ടൗൺ ക്ലബ്ബ് നടത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ഒരു റീജിയൻ ചെയർമാൻ എന്ന നിലയിൽ, റീജിയൻ ചെയർമാന്റെ ക്ലബ് എന്ന നിലയിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന അതിന്റെ എല്ലാ പ്രവർത്തകർക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ തന്നെ അവരെ അഭിനന്ദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ലയൺസ് പ്രസ്ഥാനത്തിന്റെ ഈ മഹത്തായ ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ മഹത്തായ ഈ നമ്മുടെ സർവീസ് സേവനം ഈ കേരളത്തിലെ ഉടനീളം ഞാൻ കേട്ടപ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായെന്ന് വെച്ചാല് കാസർഗോഡ് നിന്ന് വരെ ഇവിടേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ സംബന്ധിച്ച് പറയുമ്പോൾ. കന്യാകുമാരിയിൽ നിന്നൊക്കെ ആളുകൾ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് തുടങ്ങുന്നത് പാലക്കാട് ഭാഗമായിട്ടുള്ള മാത്രമല്ല, പക്ഷേ കേരളത്തിന്റെ അല്ല, കേരളത്തിന് പുറത്തു പോലും ആളുകൾ തിരഞ്ഞെടുത്ത് അതിനകത്ത് ഏറ്റവും സൗജന്യമായി അതിന് ഏറ്റവും രണ്ട് വ്യത്യസ്തമായ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാല് ഈ ലിം ക്യാമറ കൊടുക്കുന്നതിലുള്ള ക്വാളിറ്റി വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സാധാരണ സൗജന്യമായി കൊടുക്കുന്നതിൽ പലപ്പോഴും നമുക്ക് അതിനൊരു സൗജന്യത്തിന്റെ ഒരു കുറവുണ്ടാവും. പക്ഷെ ഇത് യാതൊരു കുറവുമില്ലാതെ ഏറ്റവും നല്ല പൈസ കൊടുത്താൽ പോലും നല്ല ലിമ്പ് കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് അനുഭവസ്ഥാക്കൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു 2-3 പേര് കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ ക്ലബിന്റെ മുഖാന്തരം 6 പേർക്കാണ് ഇവിടുന്ന് ലിമ്പുകൾ കൊടുക്കാൻ കഴിഞ്ഞത്. അത് ഏറ്റവും വലിയ, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മഹത്ത കാര്യമാണ്. ഇക്കൊല്ലം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഫോർട്ട് ടൗൺ ലയൺസ് ക്ലബ്ബ് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രക്രിയയിലേക്ക് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റിയുടെയും അതുപോലെ തന്നെ സോണിന്റെയും റീജിയന്റെയും എല്ലാം തന്നെ പിന്തുണ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈശ്വരൻ നമ്പൂരി, പാലക്കാട് ഫോർട്ട് ടൗൺ ക്ലബിന്റെ മുൻ പ്രസിഡന്റാണ്, ഇപ്പോൾ റീജിയൻ ചെയർപേഴ്സൺ ആണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ജാഫർക്ക പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ പ്രോജക്റ്റ് നടത്തുന്നു. 45ാമത്തെ ക്യാമ്പാണ്. ഏകദേശം 10,000 ബെനിഫിഷ്യറീസ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു ലെഗസി പ്രോജക്റ്റ്. തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ആകുമെന്ന്, ഇത്ര വിപുലമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ LCF-ന്റെ എയ്ഡോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഞങ്ങളുടെ മെമ്പേഴ്സിന്റെയും ജാഫർ പറഞ്ഞതുപോലെ കുറച്ച് ഫണ്ട് നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശ്രീധരേട്ടൻ. ശരിക്കും വാളയാർ വാലി ക്ലബിന്റെ മെമ്പറാണെന്നാണ് വ്യക്തം. പക്ഷെ ഞങ്ങളുടെ മെമ്പറായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടിയിരിക്കുന്നത്. ഈ ക്യാമ്പ് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രീധരേട്ടൻ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ടെക്നിക്കൽ അഡ്വൈസർ ആണ് ശരിക്കും ശ്രീധരേട്ടൻ. പക്ഷെ നമ്മളൊരു ക്ലബിന്റെ മെമ്പറായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്ക് സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സിന് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി സുമനസ്സുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ജാഫറൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഈ രീതിയിൽ തന്നെ ക്യാമ്പ് മുമ്പോട്ട് കൊണ്ടുപോകും. ആവശ്യക്കാരെ ഞങ്ങളെ സമീപിക്കുന്ന ഇഷ്ടം പോലെ ഞങ്ങൾ ഏത് സമയത്തും 1 രൂപ പോലും മേടിക്കാതാണ് ഞങ്ങൾ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ചില ആൾക്കാർ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ വണ്ടിക്കൂലി വരെ ഞങ്ങൾ കൊടുക്കേണ്ട അവസ്ഥകൾ. ഭക്ഷണം ഞങ്ങൾ എന്തായാലും മേടിച്ചു കൊടുക്കും വരുന്നവർക്ക്. പെരുന്തമണ്ണയിൽ നിന്നൊക്കെ ഓട്ടോ വിളിച്ച് വരുന്നവർക്ക് നമ്മൾ ഓട്ടോക്കൂലി അടക്കം കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ഈ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. എന്തായാലും പാലക്കാട് ഫോർട്ട് ടൗണിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു അഭിമാനകരമായ പ്രോജക്റ്റാണിത്. താങ്ക് യു. പ്രിയപ്പെട്ട ലയൺസ് കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ക്ലബ്ബ് ഇതിലോട്ട് വരുമ്പോൾ ഇത്രയധികം ഒരു പ്രചാരമുള്ള ഒരു ക്യാമ്പിലോട്ടാണ് വരുന്നതെന്നുള്ളത് അത് അനുഭവമായപ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ വില മനസ്സിലാവുന്നത്. 2 കാലം വെച്ച് നമ്മൾ അവിടുന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നവര് ഒരു കാലില്ലാതെ അല്ലെങ്കിൽ ഒരു ലിംബില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കാണുമ്പോൾ അവരുടെ നിന്ന് 2 വാക്ക് സംസാരിക്കുമ്പോൾ ആ കിട്ടുന്ന റിലീഫ് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു പുണ്യകാര്യമാണ്. അതിനുവേണ്ടി ഇവിടെ രാവും പകലും അല്ലെങ്കിൽ രാവിലെ മുഴുവൻ അല്ലെങ്കിൽ പകലും മുഴുവൻ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടുന്ന് 2 വാക്ക് പറഞ്ഞ പ്രസിഡന്റ് ജാഫർക്കയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം എത്രത്തോളം ഇതിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇത്രയും വലിയൊരു മഹത്തായ കാര്യം ചെയ്യുന്ന ഫോർട്ട് ടൗൺ ക്ലബിനെ, പാലക്കാട് ഫോർട്ട് ടൗൺ ക്ലബിനെ അഭിനന്ദിക്കാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ തികച്ചും അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പുണ്യപ്രവൃത്തിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന്, ഞങ്ങളിവിടെ ഫാം സിറ്റിയുടെ ഭാരവാഹികളും ക്ലബ് അംഗങ്ങളും എല്ലാവരും ഉണ്ട്, എല്ലാവരും ചേർന്ന് ഞങ്ങളും ഇതിന്റെ കൂടെ നിങ്ങളുടെ എന്ത് സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൃത്രിമ കാൽ നിർമ്മാണം ശ്രീധരേട്ടൻ വിശദീകരിക്കുന്നു. നമ്മുടെ അടുത്ത് വരുന്നവര് പല ജാതി സ്റ്റെമ്മുകളായിരിക്കും. വണ്ണം കൂടിയവരുണ്ടാകും, വണ്ണം കുറഞ്ഞവരുണ്ടാകും.
സ്റ്റെമ്മ് നീളമുള്ളവരുണ്ടാവും, നീളമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവരുടെ കാലിൽ നമ്മൾ സോക്സ് ഇട്ട് കൊടുത്തിട്ട്, ഇത് ഓട്ടോബോർ കമ്പനിയുടെ സോക്സ് ആണ്. സോക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സോക്സിന്റെ മൂളിലെ പീസ് മാത്രം കേടുവന്നുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതെടുത്ത് ഇദ്ദേഹത്തിന്റെ കാലിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ബാൻഡേജ് ചുറ്റി അത് ഉണങ്ങാൻ വിട്ട് അത് ഊരിയെടുക്കണം. പേഷ്യന്റിന്റെ കാലിൽ നിന്ന് ഊരിയെടുത്തിരിക്കുന്ന സോക്കറ്റ്, ആ ബാൻഡേജ് എടുത്ത് ഊരിയെടുക്കുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ കാലിന്റെ അളവ്. ഈ സോക്കറ്റിന്റെ മുകളില് നമ്മൾ എഴുതി വെക്കും. ഇതാണ് 32-ാം നമ്പറാണ് ഈ സോക്കറ്റ്. ഇത് 32-ാമത്തെ ടോക്കൺ നമ്പറുകാരനാണ്. ഇയാളുടെ മുകളിൽ ഇത് എഴുതിയിട്ടുണ്ട്. ജെൽ സോക്സ് ഉപയോഗിക്കുന്ന ആളാണ്. ഇവിടെ റൈറ്റ് ആണ്, ഈ കാല് റൈറ്റ് കാലാണ്. 19 ഇഞ്ച് നീളമാണ് മുട്ടിൽ നിന്ന് ഞെരിയാണി വരയ്ക്ക്. അയാളുടെ ഫുട്ട് 9-ാം നമ്പറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ സോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കമ്പി വെച്ച് ഇതിന്റെ ഉള്ളിലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറയ്ക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിറച്ചതിന് ശേഷം ഇതിനെ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വെളിയിലെടുത്ത് കളഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് ഒരു കാല് പോലെ കിട്ടും. അപ്പൊ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കി എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ ഇങ്ങനെ തിരിച്ചു വെച്ച് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒരു അഡീഷണൽ നീളം, എത്ര നീളം അവരുടെ മുറിഞ്ഞു പോയിട്ടുണ്ടോ അത്രയും നീളം നമ്മൾ വീണ്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒഴിക്കുന്ന നീളം നമ്മുടെ മുട്ടിൽ നിന്ന് ഞെരിയാണി വരയ്ക്കുള്ള നീളമായിരിക്കും നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യില് ഇതേപോലത്തെ ഒരു കാലാണ് നമ്മുടെ കൈ കിട്ടുക. ഇതേപോലത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു കാല് നമ്മുടെ കൈ കിട്ടും. അതിന്റെ ഈ ഭാഗത്തുള്ള ഡയമെൻഷൻ ശരിക്ക് അദ്ദേഹത്തിന്റെ കാലിലേക്ക് ഫിറ്റ് ആകാൻ പറ്റാവുന്ന കണ്ടീഷനായിരിക്കും. ഈ പൈപ്പ് ആളുടെ ബലത്തിനനുസരിച്ച് അവരുടെ ഡയമെൻഷൻ, വലിയവർക്കാണെങ്കിൽ വലിയ പൈപ്പ് ഇടും, ചെറിയവർക്കാണെങ്കിൽ ചെറിയ പൈപ്പ് ഇടും. പലജാതി പൈപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 75 mm മുതൽ കൊണ്ട് 150 mm വരയ്ക്കുള്ള പൈപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന് ഓവനിൽ വെക്കും. ഇതാണ് 7 ഡിഗ്രി ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. 210-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓവന്റെ ഉള്ളില് ഈ പൈപ്പ് ഇതേപോലെ കടന്ന് ചൂടാകും. കുറെ കഴിയുമ്പോ ഈ സാധനം ഫ്ലെക്സിബിൾ ആകും. നമുക്ക് കൈകൊണ്ട് പിടിച്ചാൽ വളയുന്ന കണ്ടീഷനിലാകും. അപ്പൊ ഈ പൈപ്പ് എടുത്തിട്ട് ആട്ടി ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഫോം ചെയ്യും. അപ്പൊ ഈ പൈപ്പ് ഇതേപോലെ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ മുകളിൽ ഞങ്ങൾ ഇതില് ബെൽറ്റ് വെച്ചിട്ടുണ്ട്. ഈ പാദം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ഇത് 4-ാം നമ്പർ, 6-ാം നമ്പർ നമ്മുടെ ഷൂ വാങ്ങും പോലെ എല്ലാവിധ ടൈപ്പും സൈസും അവൈലബിൾ ആണ്. ഇത് ലെഫ്റ്റും റൈറ്റും അവൈലബിൾ ആണ്. അത് വാങ്ങി ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് ബെൽറ്റും വെച്ച് കഴിഞ്ഞാൽ കാല് റെഡി. അവരവിടുന്ന് സന്തോഷമായിട്ട് ഇട്ടിട്ട് പോകും. പാലക്കാട് ഫോർട്ട് ടൗണിന്റെ 29ാമത്തെ ആർട്ടിഫിഷ്യൽ ലിം ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി, ഏകദേശം 8000-ന് മുകളിലായി ഞങ്ങൾ ഈ കൃത്രിമ കാല് നിർമ്മിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട്. കണ്ണുള്ളവന് കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയും, പക്ഷെ കണ്ണില്ലാത്തവർക്ക് അതിന്റെ വില അറിയും എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഒരു അംഗവൈകല്യം ജന്മനാ ഉള്ള ഒരു വ്യക്തിനെ പോലെയല്ല, പിന്നീട് ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഷുഗർ ബാധിച്ച് കാല് മുറിക്കേണ്ടി വന്ന ഒരു പേഷ്യന്റിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവര് നിരന്തരമുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ ക്യാമ്പില് ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ തൊട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ വന്നിട്ട്, ഇന്ന് അവൻ കോളേജ് കുമാരനാണ്. ആ കൊച്ചു ഈ 3 വയസ്സ് പ്രായമുള്ള സമയത്ത് അവനൊരു
ആക്സിഡന്റിൽ കാല് പോയി. അങ്ങനെ ഇവിടെ വന്ന് കാല് വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ വർഷവും ആ കുട്ടിക്ക് ഞങ്ങൾ ആ കൃത്രിമ കാല് നിർമ്മിച്ചു കൊടുക്കുകയാണ്. ഇന്ന് അവനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഇനി അവൻ ജോലിക്ക് പോയാലും ആ കുട്ടീനെ സംബന്ധിച്ചോളം ഞങ്ങളോടുള്ള ആ ഒരു നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ക്യാമ്പുകളിലും അവനും വന്ന് സഹായിക്കാറുണ്ട്. അതുപോലെ ഒട്ടനവധി അനുഭവം ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ കൂടി കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സൊസൈറ്റിയിലേക്ക് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പാലക്കാട് ഫോർട്ട് ടൗൺ ലയൺസ് ക്ലബിന്റെ പേരിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനും, അതുപോലെ ഭാരവാഹികൾ എല്ലാവരും, ഈ വർഷം ജാഫർ അലിയാണ് പ്രസിഡന്റ്, അതുപോലെ നമ്പൂതിരിയാണ് റീജിയൻ ചെയർമാൻ ആയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ നേതൃത്വത്തിലും ഈ ക്യാമ്പ് വളരെ ഗംഭീരമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലബ്ബുകളും, പാലക്കാട് ഒട്ടനവധി ക്ലബ്ബുകൾ വന്ന് സ്പോൺസറും ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഞങ്ങൾക്ക് ഇതുപോലെ ക്യാമ്പ് ഒരു മുടക്കം കൂടാതെ നടത്താൻ സാധിക്കട്ടെ. പക്ഷെ കൃത്രിമക്കാല് ആവശ്യമുള്ള ആൾക്കാര് ഇല്ലാണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു നിർഭാഗ്യം കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, ഒന്നെങ്കിൽ അസുഖം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആവുമ്പോൾ നിവൃത്തിയില്ലാതെയാണ് ആ കാല് മുറിക്കപ്പെടുന്നത്. അത് വെച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു സംരംഭത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോഴും എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.